അങ്ങനെ ആന്റണി രാജവണ്ണനെ 35 വർഷത്തിന് ശേഷം കോടതി ശിക്ഷിച്ചു. എന്താണ് ശിക്ഷ? 3 വർഷം തടവ്, അണ്ണന്റെ MLA സ്ഥാനം പോവും, പിന്നെ 6 വർഷത്തേക്ക് അയോഗ്യനാക്കപ്പെട്ടു. അതായത് ഒരു ഇലക്ഷനിൽ ഇനി മത്സരിക്കാൻ പറ്റൂല 6 വർഷത്തേക്ക്. 6 വർഷം കഴിയുമ്പോഴത്തേന് പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും എന്തോ. അതുപോട്ടെ. അപ്പൊ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. ഈ കേസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലരും കരുതുന്നത് പോലെ പുള്ളി MLA ആയിരുന്നപ്പോഴോ മന്ത്രി ആയിരുന്നപ്പോഴോ കാണിച്ച എന്തെങ്കിലും തോന്നിവാസമോ പോക്കൃത്തരത്തിനോ അല്ല ഇപ്പൊ ശിക്ഷിച്ചത്. കേസ് എന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് 1990 ആൻഡ്രൂ സാൽവത്തോർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ പൗരനെ നമ്മുടെ വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചു. എന്തിനാണ് പിടിച്ചത്? ഷെഡിക്കുള്ളിൽ 61 ഗ്രാം ഹാഷിഷ് കൊണ്ടുവന്നതിനാണ് പിടിച്ചത്. നമ്മുടെ വലിയതുറ പോലീസ് കേസെടുത്താൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കേസെടുത്തിട്ട് ഈ കേസ് നമ്മുടെ ജില്ലാ കോടതിയിൽ എത്തി. ജില്ലാ കോടതിയിൽ ആൻഡ്രൂ സാൽവത്തോറിന് വേണ്ടി ഹാജരായ ആരാന്നറിയാമോ? നമ്മുടെ ജൂനിയർ വക്കീലായിട്ടുള്ള ആന്റണി രാജവണ്ണൻ. അപ്പൊ രാജവണ്ണൻ വാദിച്ച് സാൽവത്തോറിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും കിട്ടി. പൈസ കൊടുത്തിട്ട് 10 വർഷം തടവ് 1 ലക്ഷം രൂപ പിഴയും കിട്ടിയെന്ന്. പുള്ളി വെറുതെ ഇരിക്കുമോ? പുള്ളി ചീത്ത വിളിച്ചാണ്. അങ്ങനെ ഈ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ സാൽവത്തോറിനെ വെറുതെ വിട്ടു. എങ്ങനെ വെറുതെ വിട്ടെന്ന് അറിയാമോ? ഈ നമ്മുടെ രാജവണ്ണനും അന്നത്തെ കോടതി ക്ലർക്കായിട്ടുള്ള ഒരു ജോസും കൂടെ ചേർന്നിട്ട് ഈ തൊണ്ടിമുതൽ എന്തായിരുന്നു തൊണ്ടിമുതൽ? ജെട്ടി. ആ ജെട്ടി പുറത്തെവിടെ കൊണ്ടുപോയി തുന്നി തയ്ച്ച് ചെറുതാക്കി. അങ്ങനെ ഹൈക്കോടതി വെച്ചിട്ട് സാൽവത്തോറിനെ പറഞ്ഞേ, ഈ ജെട്ടി ഇട്ട് നോക്ക്, നിന്റെ ജെട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ജെട്ടി ഇട്ട് നോക്കുമ്പോൾ സാൽവത്തോറിന്റെ ജെട്ടി അല്ല. സാൽവത്തോറിന് ഒരു കാലം പോലും കയറാത്തൊരു ജെട്ടി. അങ്ങനെ സാൽവത്തോറിനെ 1992 ഹൈക്കോടതി വെറുതെ വിട്ടപ്പോഴത്തേന് ഇവ ഓസ്ട്രേലിയയിലേക്ക് കടന്നു വന്നു. എന്നാ ഇവൻ ഓസ്ട്രേലിയയിൽ ചെന്നെങ്കിലും വെറുതെ ഇരിക്കണ്ടേ? ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് വെറുതെ ഇരുന്നില്ല. ഇവൻ അവിടെ എന്തോ കാണിച്ചു കുടിച്ച് ഒരു കൊലപാതക കേസിലകത്തായിട്ട് യവന്റെ സഹതടവുകാരൻ എന്ന് പറഞ്ഞാൽ യവന്റെ കൂട്ടുപ്രതി, അവനും കൂടെയാണ് ഒരാളെ കൊന്നത്. ആ സഹതടവുകാരൻ്റെ അടുത്ത് യവൻ പറഞ്ഞിടേ, കേരളത്തിൽ വെച്ചൊരു മയക്കുമരുന്ന് കേസിൽ ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാവോ? അവിടെ ഒരു വക്കീലും പിന്നെ ഒരു ക്ലർക്കും കൂടി എന്റെ ജെട്ടി, അതായത് തൊണ്ടി മുതലിനകത്ത് കൃത്രിമം കാണിച്ച് എന്നെ രക്ഷിച്ചാണെന്ന് പറഞ്ഞു. ഈ കൂടെ കിടക്കുന്ന സഹതടവുകാരനായാലും അവൻ അങ്ങോട്ട് സഹിച്ചില്ല. അവൻ എന്ത് ചെയ്ത് ഓസ്ട്രേലിയൻ പോലീസിനെ അറിയിച്ചു. ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോളിനെ അറിയിച്ചു. ഇന്റർപോൾ CBI അറിയിച്ചു. CBI നമ്മുടെ പോലീസിനെ അറിയിച്ചു, കേരള പോലീസ് വെറുതെ ഇരിക്കുമോ? കേസ് വീണ്ടും കുത്തിപ്പൊക്കി. അങ്ങനെ വീണ്ടും പുനരന്വേഷണം നടത്തിയിട്ട് 2023 ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പക്ഷെ എന്ത് ചെയ്തു? കോടതി പറഞ്ഞിടേ, ക്രിമിനൽ നടപടി ഒന്നും പാലിച്ചിട്ടില്ല, ആന്റണി രാജുവിനെതിരെ ഇതൊന്നും പറ്റൂല, ക്രിമിനൽ നടപടി പാലിച്ചില്ല, അതുകൊണ്ട് കേസ് റദ്ദാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 23 ഈ കേസ് റദ്ദാക്കിയിട്ട് എന്ത് ചെയ്ത്? സുപ്രീം കോടതി നിന്നുണ്ടല്ലോ. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞു, ഡേയ് ആന്റണി, നീ വിചാരണ നേരിട്ടേ പറ്റത്തുള്ളൂ. 1 വർഷത്തിനിടയ്ക്ക്, അതായത് 2024 സുപ്രീം കോടതി പറയുന്നത്, 1 വർഷത്തിനിടയ്ക്ക് കേസിൽ വിചാരണ നടത്തി അതിലുള്ള വിധിയാണ് ഇപ്പൊ പുറപ്പെടുവിച്ചേക്കുന്നത്. എന്താണ് വിധി? 3 വർഷം തടവ്, MLA സ്ഥാനം പോവും, 6 വർഷത്തേക്ക് അയോഗ്യനാക്കപ്പെടും. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ നിയമസഭയ്ക്കകത്ത് പുറത്തുമൊക്കെ കുറെ പേര് MLA-മാരും മന്ത്രിമാരുമായിട്ടൊക്കെ ഇരിക്കുന്നവരുടെ കുറെ പേരിൽ ഇങ്ങനെ ക്രിമിനൽ കേസും അഴിമതി കേസും ഒക്കെ നിപ്പുണ്ട്. അപ്പൊ അണ്ണന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നോ, ഓരോന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. 35 വർഷത്തിന് ശേഷം ആന്റണി അണ്ണൻ ഒരു സാധാ ജെട്ടി കേസിലാണ് പുറത്തായത്. ഇതുപോലെ വരും കേസുകളും വരുമായിരിക്കും, നമുക്ക് നോക്കിയിരിക്കാന്നേ.